നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുലാവാണ്. ബംഗാളി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഈ പുലാവ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. ആക്ച്വലി ഇത് കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ടിഫിൻ ബോക്സിലോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്നൊരു വിഭവമാണ്. ആ നാട്ടിൽ ഇത് നോർമലി വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റബിൾ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ മട്ടൻ കറിയാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ യോജിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഫിഷ് കറിയോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത്. എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ബംഗാളിൽ അവർ ഒരു പ്രത്യേകതര അരി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഗോവിന്ദഭോഗ് റൈസ് എന്ന പേരുള്ള ഒരു അരിയാണ്. നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൈമ അരിയില്ലേ, ജീരകശാല അരി, അത്രയും വലുപ്പമുള്ള ചെറിയ അരിയാണ്. അത് അവിടെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു അരിയാണ്. പക്ഷെ നമുക്കിതിവിടെ നാട്ടിലുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ബാസ്മതി റൈസോ അല്ലെങ്കിൽ ഈ കൈമ അരി ജീരകശാല അരിയോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചുണ്ടാക്കാം. പക്ഷേ ട്രഡീഷണലി അവർ ഈ ഗോവിന്ദഭോഗ് അരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ കൈമ അരിയുടെ അതേ രീതിയിലുള്ള ചെറിയ തരം അരിയാണിത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരി ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതൊന്ന് വെള്ളം വാലാൻ വെക്കുക. നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിടുക, കാരണം അതിലെ വെള്ളമെല്ലാം ഒന്ന് പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുപോലെ തുണിയിലോ അല്ലെങ്കിൽ ഫാൻ്റെ കീഴിലോ ഒക്കെ വെച്ചാൽ വേഗം അതങ്ങ് വെള്ളം പോയി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ ഒന്ന് ജസ്റ്റ് വെള്ളം വാർന്ന് കഴിയുമ്പോൾ എടുത്ത് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ബെറ്റർ റിസൾട്ടിന് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് നല്ലത്. വെള്ളമെല്ലാം പോയി അരി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ കളർ അനുസരിച്ച് നിങ്ങൾ കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ആ ഒരു മഞ്ഞ കളർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, അരി പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഇളക്കണം. ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇതൊക്കെ ഒന്ന് മിക്സായി നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ആവശ്യത്തിന് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 5 മുതൽ 8 വരെ ഏലക്ക, 1 ഇഞ്ച് വലിപ്പത്തിലുള്ളൊരു കറുവപ്പട്ട, ഒരു 10 എണ്ണത്തോളം വരുന്ന ഗ്രാമ്പു, മറ്റേ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 10-15 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക. മുഴുവനായിട്ടോ പൊളന്നോ ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരി റേസിൻസ് ഇതും ചേർക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് നിറം മാറി ആ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് ഒന്ന് വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ചെറിയ തീയിൽ വെച്ചിട്ട് ആ നെയ്യിൽ ഒന്ന് നമ്മൾ വറുത്തെടുക്കുക. ഒരു 3 തൊട്ട് 5 മിനിറ്റോളം നമ്മളൊന്ന് വറുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ അരിയുടെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങും. ശ്രദ്ധിച്ച് അരി പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചൂടുവെള്ളം ചേർക്കുക. അരി വേവാൻ ആവശ്യമുള്ള വെള്ളം. ഇത് 1 കപ്പ് അരിക്ക് ഒരു 1.25 കപ്പ്, മാക്സിമം 2 കപ്പ്. അരിയുടെ വേവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ബാസ്മതി റൈസോ അല്ലെങ്കിൽ സാധാരണ ജീരകശാല അരിയോ എടുക്കുന്നെങ്കിൽ 1.5 കപ്പ് വെള്ളം മതിയാവും. 1.5 അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം മതിയാവും. അതത്രയും ചേർക്കാം. ഇനി ഇതിൻ്റെ പ്രധാനമായ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഇതൊരു ചെറുതായിട്ട് മധുരം മുമ്പോട്ട് നിൽക്കുന്ന ഒരു പുലാവാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർ കൂടുതലോ കുറച്ച് വേണ്ടവർ കുറച്ചോ ചേർക്കാം. മധുരവും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് ചെറിയ തീയിൽ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി വെക്കുന്ന തീയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആ വെള്ളമെല്ലാം വറ്റി അരി നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ നമ്മൾ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക.
ഏകദേശം പുലാവ് റെഡിയായി, ഏകദേശം അല്ല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാഫ്രോണും കൂടെ ചേർക്കാം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം, ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിലൊക്കെ രാവിലെ ടിഫിനിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വളരെ എളുപ്പമാണ്. കറി, ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക.